ഗൈസ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ്. ആക്ച്വലി ഈ കോഴ്സിനെ കുറിച്ചിട്ട് ഒരുപാട് കുട്ടികൾ ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, BSc OT ആൻഡ് AT എന്ന് പറയുന്ന പ്രോഗ്രാം എവിടെയാണ് പഠിക്കാൻ പറ്റുക, കേരളത്തിൽ ഏതൊക്കെ കോളേജസ് ഉണ്ട് എന്നുള്ള ചോദ്യം. മൂന്നാമത്തെ കാര്യം, ഈ കോഴ്സ് പഠിക്കാൻ ടഫാണോ? പൊതുവെ +2 കഴിഞ്ഞതിന് ശേഷം BSc OT ആൻഡ് AT എന്ന് പറയുന്ന പ്രോഗ്രാം പഠിക്കാൻ ടഫാണോ? എത്രത്തോളം ഈസി ആയിട്ട് നമുക്കിത് പഠിച്ച് പാസ്സാവാൻ പറ്റും എന്നുള്ള രീതിയിൽ കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്, ആർക്കൊക്കെ ഈ കോഴ്സ് പഠിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ പോസിറ്റീവ് മാത്രമല്ല, അതേപോലെ ഈ കോഴ്സിൽ ഞാൻ കണ്ട എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഈ കോഴ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരാം. അപ്പോൾ BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് മേഖലയിൽ, അല്ലെങ്കിൽ പൊതുവെ പറയണമെന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ മേഖലയിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് BSc OT ആൻഡ് AT എന്ന് പറയുന്നത്. അതായത് അനസ്തീഷ്യ ടെക്നോളജിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സും രണ്ടും കമ്പൈൻ ചെയ്തിട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ് BSc OT ആൻഡ് AT എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത് സർജൻസിനെയും അതുപോലെ തന്നെ അനസ്തീഷ്യോളജിസ്റ്റിനെയാണ്. അതായത് MBBS കഴിഞ്ഞതിന് ശേഷം അനസ്തീഷ്യയിൽ PG ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും MBBS കഴിഞ്ഞതിന് ശേഷം സർജറിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനും സൂപ്പർ സ്പെഷ്യാലിറ്റിയും ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ് നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ പോവുക. അതല്ലാതെ പല കുട്ടികളുടെയും ഒരു വിചാരമാണ് BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് ആണ് എന്നുള്ള രീതിയിൽ. അല്ല, ഇതുപോലത്തെ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നവരാണ് BSc OT ആൻഡ് AT പ്രൊഫഷൻസ് എന്ന് പറയുന്നത്. ബേസിക്കലി നിങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ അനസ്തീഷ്യ കൊടുക്കുന്ന ഏരിയയിലും നിങ്ങൾക്ക് ഒരേപോലെ വർക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ഡോക്ടേഴ്സിന് നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാനും പറ്റും. ഇതാണ് നിങ്ങളുടെ ബേസിക് ജോബ് വരുന്നത്. BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി രണ്ടും കമ്പൈൻ ചെയ്ത് വരുന്ന, അതായത് OT ആൻഡ് AT എന്ന് പറയുന്ന രണ്ട് സ്പെഷ്യാലിറ്റിയും കമ്പൈൻ ചെയ്ത് വരുന്ന കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 3 ഇയേഴ്സ് ആണ്. 3 വർഷത്തെ പഠനം, തിയററ്റിക്കലി അല്ലെങ്കിൽ അക്കാഡമിക്കലി നമ്മൾ 3 വർഷം കോളേജിൽ പോയി പഠിക്കുകയും അതിനുശേഷം 1 വർഷത്തെ ഇന്റേൺഷിപ്പും വരുന്നുണ്ട്. ഇങ്ങനെ ടോട്ടൽ 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BSc OT ആൻഡ് AT എന്ന് പറയുന്ന പ്രോഗ്രാം. ഇനി ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്, ഈ കോഴ്സ് കേരളത്തിൽ എവിടെ പഠിക്കാൻ പറ്റും? ബേസിക്കലി ഈ കോഴ്സ് കേരളത്തിൽ ഇതുവരെയായിട്ട് നിലവിൽ 2025 വരെ BSc OT ആൻഡ് AT എന്ന് പറഞ്ഞിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ഇല്ല. കേരളത്തിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് കുഹാസ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി വരുന്നത്. കുഹാസിന്റെ അണ്ടറിൽ 2024 ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോഴ്സാണ് BSc അനസ്തീഷ്യ ടെക്നോളജി, BAT, ബാച്ചുലർ ഓഫ് അനസ്തീഷ്യ ടെക്നോളജി എന്ന് പറയുന്ന പ്രോഗ്രാം. ഇത് കോഴിക്കോടുള്ള മലബാർ മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉള്ളൂ. അത് ടോട്ടൽ 6 സീറ്റാണ് 2024 കണക്ക് പ്രകാരം ഉള്ളത്. ഇതല്ലാതെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയോ അല്ലെങ്കിൽ BSc ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജിയോ ഒന്നും കേരളത്തിലില്ല. 2 കോഴ്സും കമ്പൈൻ ചെയ്തു വരുന്നതില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ കേരളത്തിൽ മറ്റൊരു സ്ഥാപനമാണ് കൊച്ചിയിലുള്ള അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ്, അമൃത മെഡിക്കൽ കോളേജ് എന്ന് പറയും. ഇവിടെയും ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സ് നിലവിൽ കേരളത്തിൽ കമ്പൈൻ ചെയ്ത് പഠിക്കാനുള്ള ഒരു സ്ഥാപനമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും കുട്ടികൾ പോകുന്നത് എങ്ങോട്ടാ? കേരളത്തിന് പുറത്തോട്ടേക്കാണ്. ഇപ്പൊ കർണാടക പോലുള്ള സ്റ്റേറ്റുകളിലോട്ടോ അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിലോട്ടോ ഒക്കെ പോയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതിയിട്ട് ജിപ്മറിലോട്ടോ അല്ലെങ്കിൽ എയിംസിന്റെ സെപ്പറേറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എയിംസിന്റെ എക്സാം എഴുതി എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിലോ പോയിട്ടാണ് പഠിക്കാറുള്ളത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ കോഴ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ പഠിക്കാനുള്ള അവസരങ്ങളില്ല. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ഇതിന് ഒരുപാട് കോളേജസും അതുപോലെ തന്നെ ഒരുപാട് സീറ്റുകളും ഇതിന് അവൈലബിൾ അല്ല. പിന്നെ ബേസിക്കലി കുട്ടികൾ വർഷങ്ങളായിട്ട് ഈ കോഴ്സ് പഠിക്കാൻ പോകുന്നത് എങ്ങോട്ടേക്കാ? കർണാടക, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ പോയിട്ട് അവിടെയുള്ള കോളേജുകളിൽ മാനേജ്മെന്റ് സീറ്റ് എടുത്ത് പഠിച്ചിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ എൻട്രൻസ് എഴുതിയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന എയിംസ്, പിജിമർ അല്ലെങ്കിൽ ജിപ്മർ പോലുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ടോ അല്ലെങ്കിൽ അമൃത അല്ലെങ്കിൽ മണിപ്പാൽ പോലുള്ള എക്സാംസ് ഒക്കെ എഴുതിയിട്ട് അതുപോലത്തെ പ്രൈവറ്റ്
ഡീംഡ് യൂണിവേഴ്സിറ്റികളിലോ പോയിട്ടാണ് ഇതുപോലത്തെ കോഴ്സസ് പഠിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ കോഴ്സിൽ എന്താണ് പഠിക്കാനുള്ളത്? ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ്, ഈ കോഴ്സ് പഠിക്കാൻ അത്ര ഈസി ആണോ? BSc നഴ്സിംഗ്, BPharm, ഫിസിയോതെറാപ്പി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഒക്യുപേഷണൽ തെറാപ്പി പോലുള്ള കോഴ്സസിന്റെ സിലബസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കോഴ്സ് കുറച്ചും കൂടി ഈസിയാണ്, കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ ഏതൊരു അലൈഡ് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അത് പഠിക്കാൻ. ഫസ്റ്റ് ഇയർ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരിക. അനാട്ടമിയും ഫിസിയോളജിയും മൈക്രോബയോളജിയും ബയോ കെമിസ്ട്രിയും പാത്തോളജി പോലുള്ള ബേസിക് സബ്ജക്റ്റുകളായിരിക്കും ഫസ്റ്റ് ഇയർ പഠിക്കാണ്ടാവുക. സെക്കൻഡ് ഇയർ മുതലാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ചിട്ടും ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസിനെ കുറിച്ചിട്ടും അനസ്തീഷ്യയിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസിനെ കുറിച്ചിട്ടും അതിന്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടും, പിന്നെ തേർഡ് ഇയർ ആകുമ്പോഴേക്കും ഇതിന്റെ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും, ക്ലിനിക്കൽ പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈഡ് സയൻസ്, അതായത് OT ആൻഡ് AT ടെക്നോളജിയിലെ അപ്ലൈഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കാനുണ്ടാവും. ഇങ്ങനെ 3 രീതിയിലാണ് തേർഡ് ഇയർ ആകുമ്പോഴത്തേന് പഠിക്കാനുണ്ടാവുക. അപ്പോൾ ബേസിക്കലി കുറച്ച് ബേസ് ആയിട്ട് പഠിക്കാനുണ്ടാവുന്നത് ഫസ്റ്റ് ഇയർ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇയർ ആയിരിക്കും കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവുക. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കമ്പാരിറ്റീവ്ലി നമ്മൾ കുറച്ചും കൂടി ക്ലിനിക്കൽ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയുടെ ഇപ്പോൾ ഈ കോഴ്സിൻ്റെ ഇപ്പോൾ ക്ലിനിക്കൽ സബ്ജക്റ്റുകൾ നോക്കുന്ന സമയത്ത് ക്ലിനിക്കലിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. അപ്പോൾ ക്യാൻസർ ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പീഡിയാട്രിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെങ്കിൽ പീഡിയാട്രിക് സർജറീസിനെ കുറിച്ചിട്ട്, ഗൈനക്കോളജി സർജറി അല്ലെങ്കിൽ ഒഫ്താൽമോളജിക്കൽ സർജറി, ENT പോലുള്ള വിവിധ മേഖലകളിലുള്ള സർജറീസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ബേസിക്കലി വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഒരുപാട് കുട്ടികളുടെ വിചാരമാണ് ഒരു ഹോസ്പിറ്റലിൽ കയറുന്ന സമയത്ത് പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 1-2 വേക്കൻസീസ് അല്ലേ ഉണ്ടാവാറുള്ളത് എന്ന്. അപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു മൾട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, അങ്ങനത്തെ ഹോസ്പിറ്റലിൽ വലിയ ഹോസ്പിറ്റലിൽ നമുക്ക് ഇതിന് ജോബിന് കയറുന്ന സമയത്ത് ഇതിന് 1-2-3-4 വേക്കൻസീസ് അല്ലേ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൈനക്കിൻ്റെ ഒരു OT അല്ലെങ്കിൽ ENTയുടെ ഒരു OT അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അതായത് കാർഡിയാക് തൊറാസിക് തിയേറ്റർ അല്ലെങ്കിൽ ഓർത്തോപീഡിക് OT, ഒഫ്താൽമോളജിക്കൽ OT, പീഡിയാട്രിക് OT, ഇതുപോലെ മിനിമം ഒരു ഹോസ്പിറ്റലിൽ ഒരു 10 ഇപ്പോൾ ന്യൂറോ സയൻസിൻ്റെ OT വരുന്നു, ന്യൂറോളജിയുടെ OT, യൂറോളജിയുടെ OT, ഇതുപോലെ ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഒരു ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. ഈ ഓരോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓരോ ടെക്നീഷ്യന്മാർ അറ്റ് എ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 10 പേരെങ്കിലും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ വരുന്ന, ഒരു 10 സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ മിനിമം 10ഓളം OT ടെക്നീഷ്യന്മാർ വേണം. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ കോഴ്സ് കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണവും വളരെ കുറവാണ്. കേരളത്തിൽ ഈ കോഴ്സ് ഇതുവരെയായിട്ട് പഠിക്കുന്നത് ഡിപ്ലോമ പ്രോഗ്രാമുകളാണ്. DMEയുടെ അണ്ടറിൽ വരുന്ന പല കോളേജുകളിലും OT ആൻഡ് AT എന്ന് പറയുന്ന കോഴ്സ് ഡിപ്ലോമ മാത്രമേ കേരളത്തിലുള്ളൂ, BSc ഇല്ല. അപ്പോൾ പൊതുവെ കേരളത്തിന് പുറത്തുനിന്ന് പഠിച്ചു വരുന്ന കുട്ടികളാണ് ബേസിക്കലി കേരളത്തിലുള്ള പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലും വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിമാൻഡിങ്, അതായത് ഹോസ്പിറ്റൽസിന്റെ എണ്ണം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും എസ്പെഷ്യലി കേരളം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ മേഖലയിൽ അത്രയും അഡ്വാൻസ്ഡ് ആണ് മെഡിക്കൽ ഏരിയയിൽ. ഇപ്പോൾ കേരളത്തിന് പുറത്തോട്ടേക്ക് നോക്കുന്ന സമയത്ത് പല സ്റ്റേറ്റുകളിലും നമ്മുടെ കേരളത്തിലെ പോലെയുള്ള ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ ഇത്ര സ്പെഷ്യാലിറ്റീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ മെഡിക്കൽ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടില്ല. അപ്പോൾ കേരളത്തിന് പുറത്താണ് ഇപ്പോൾ കമ്പാരറ്റീവ്ലി വാക്കൻസീസ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചേരുന്ന സമയത്ത് മേ ബി നിങ്ങൾ പഠിച്ച് 4 ഇയർ കഴിഞ്ഞതിന് ശേഷമാണല്ലോ പഠിച്ചിറങ്ങുന്നത്. ഇപ്പോൾ 2025 ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2029-30 ആകുമ്പോഴേക്കും നിങ്ങൾ പഠിച്ചിറങ്ങും. ആ സമയം ആകുമ്പോഴേക്കും ചിലപ്പോൾ കേരളത്തിൽ ഈ കോഴ്സിൻ്റെയും ഇതിൻ്റെ ഒരു വാക്കൻസീസും സാച്ചുറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കാരണം ഒരുപാട് കുട്ടികൾ ഈ കോഴ്സിന് ചേരുന്നത് തന്നെ കേരളത്തിന് പുറത്ത് പോയി പഠിക്കുന്നു, കോഴ്സിന് ചേർന്നിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിൽ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി 2030 ഒക്കെ ആകുന്ന സമയത്ത് കേരളത്തിലുള്ള വാക്കൻസീസ് ഒക്കെ കൂടുതലും സാച്ചുറേറ്റ് ആയി മാറും. കാരണം വാക്കൻസീസ് ഓൾമോസ്റ്റ് ഫിൽഡ് ആയിരിക്കും. പിന്നെ പുതിയ വാക്കൻസീസ് വരാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പുറത്തോട്ടേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സ് എടുക്കാവൂ. ഒന്നെങ്കിൽ കേരളത്തിന് പുറത്ത്
പുറത്ത് ഡെവലപ്മെന്റ് ഇല്ലാത്ത ഏരിയാസിലൊക്കെ ഫ്യൂച്ചർ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽസും പ്രൊജക്റ്റുകളും കാര്യങ്ങളും നല്ല ഇൻവെസ്റ്റ്മെന്റ്സും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റ്സിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ അഹാദ്, MOH ഇതുപോലത്തെ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ ദുബായ് ആണെങ്കിൽ DHA എന്ന് പറയുന്ന എക്സാം ഉണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വേറെയുള്ള രാജ്യങ്ങളിലോട്ട്, ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതുപോലത്തെ രാജ്യങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പിന്നെ ഗവൺമെൻറ് ഏരിയയിലോട്ട് നമുക്ക് ജോലിക്ക് കയറണം എന്നുണ്ടെങ്കിൽ PSC പരീക്ഷയാണ് എഴുതേണ്ടത്. പക്ഷേ വാക്കൻസീസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഗവൺമെൻറ് കോളേജസിലാണ് ഇതിന് വാക്കൻസീസ് വരിക. ആ കോളേജസിലൊക്കെ ഇതേപോലെ ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികളൊക്കെയാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ റിട്ടയർ ചെയ്ത് വരുമ്പോഴേക്കും അല്ലെങ്കിൽ അടുത്തൊരു വാക്കൻസി വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. അതാണ് ഗവൺമെന്റ് സൈഡിലുള്ള ജോബിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന എയിംസ്, ജിപ്മർ പോലുള്ള സ്ഥാപനങ്ങളിൽ അതുപോലത്തെ സ്ഥാപനങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന വാക്കൻസി ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് അങ്ങനെ കയറേണ്ടി വരും. അപ്പോൾ നഴ്സിംഗ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാർ ബെറ്റർ നഴ്സിംഗ് തന്നെയാണ്. കാരണം നമ്പർ ഓഫ് കുട്ടികൾ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന കൂടുതലാണെന്നുണ്ടെങ്കിലും നാട്ടിലാണെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും നമ്പർ ഓഫ് വാക്കൻസീസ് കൂടുതൽ വരുന്നത് നഴ്സിനാണ്. പിന്നെ ആരാണ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി പഠിക്കേണ്ടത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാനും അത് ഈ ചോര കാണാനും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രൊസീജിയേഴ്സും നമ്മുടെ ഇന്റേണൽ ഓർഗൻസും ഓപ്പറേറ്റ് ചെയ്യുക. അതായത് ഒരു മെക്കാനിക്ക് വണ്ടി റിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡോക്ടറെ കൂടെ നിന്നിട്ട് ഒരു ഹ്യൂമൻ ബോഡി റിപ്പയർ ചെയ്തെടുക്കുന്ന ജോലി പച്ചയായി കാണാൻ സാധിക്കുന്നതും അവിടെ നിന്ന് ആ വർക്ക് 100% സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ഡോക്ടറെ അസിസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ടാവും. അതായത് ഇന്റേണലി ഇതുപോലത്തെ ജോലികൾ ചെയ്യാൻ പാഷനേറ്റ്, ഇനിയിപ്പോൾ എത്ര സ്കോപ്പ് കുറഞ്ഞാലും അല്ലെങ്കിൽ എത്ര വാക്കൻസി കുറഞ്ഞാലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എവിടെ പോയാലും എനിക്ക് ഈ ഒരു ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന 100% ഇതിനോട് പാഷനേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാം. അപ്പോൾ ഈ കോഴ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ല കോളേജിൽ മാത്രം പഠിക്കുക. കാരണം അറ്റ്ലീസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ മിനിമം ഓപ്പറേഷൻ തിയേറ്റേഴ്സെങ്കിലും വേണം. കാരണം മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെങ്കിലേ പഠിക്കുന്ന കുട്ടികളായ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന് കയറുന്ന സമയത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ക്ലിനിക്കലിന് കൊണ്ടുപോകുന്ന സമയത്തോ നിങ്ങൾക്ക് ഈ ഓപ്പറേഷൻ തിയേറ്ററും അതിൽ വരുന്ന മിഷനറീസിനെ കുറിച്ചിട്ടും മെഡിസിൻസിനെ കുറിച്ചിട്ടും അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടും ഫോർമാറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ മിനിമം ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിൽ തിയേറ്റേഴ്സ് ഉള്ള ഹോസ്പിറ്റലുള്ള കോളേജസിൽ മാക്സിമം പഠിക്കാൻ നോക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജസിൽ മാത്രം പഠിക്കുക. ഇതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മെഡിക്കൽ കോളേജസ് ആകുമ്പോൾ നിങ്ങൾക്ക് വേറെ ടെൻഷൻസ് ഒന്നുമില്ല. ഒട്ടുമിക്ക എല്ലാ മെഡിക്കൽ കോളേജസും മിനിമം സ്റ്റാൻഡേർഡ് എങ്ങനെയായാലും പുലർത്തും. ഇനി ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജ് ഇപ്പോൾ JSS മെഡിക്കൽ കോളേജ്, SRM മെഡിക്കൽ കോളേജ്, KMCH മെഡിക്കൽ കോളേജ്, കൊച്ചി അമൃത മെഡിക്കൽ കോളേജ്, മണിപ്പാൽ മെഡിക്കൽ കോളേജ്, രാമയ്യ മെഡിക്കൽ കോളേജ്, വൈദേഹി മെഡിക്കൽ കോളേജ് പോലുള്ള മെഡിക്കൽ കോളേജുകളാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടോപ്പ് ലെവലിൽ വരുന്ന കോളേജസ്. അല്ലെങ്കിൽ ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജ്, സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ്, ഇതുപോലത്തെ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാൻ പറ്റുമെന്ന് മാക്സിമം നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പോലും ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജോ അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കോളേജിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പഠിക്കാൻ പോകുന്ന കോളേജിൽ ഈ കോഴ്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ ക്വാളിറ്റി ആയിട്ടുള്ള അധ്യാപകരായിരിക്കണം. എന്നാലേ നമുക്കിത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കോഴ്സ് കുറച്ചും കൂടി ലൈറ്ററാണ് പഠിക്കാൻ. പക്ഷെ നിങ്ങൾ പഠിച്ചേ പറ്റൂ. അതായത് ഈസി എന്ന് പറയുമ്പോൾ ഇപ്പം നഴ്സിംഗ് ആയിട്ടും ഫിസിയോതെറാപ്പി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. എന്നാൽ പോലും ഇത് പഠിക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജസിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ ഉള്ള അത്യാവശ്യം നല്ല കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ ഗൈഡൻസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാൻ താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോം ഫിൽ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വിദഗ്ധ കൗൺസിലേഴ്സ് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴി കരിയർ ഗൈഡൻസും കൂടുതൽ അപ്ഡേറ്റ്സുകളും ലഭിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലും ചാനലിലും ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.